ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെ എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് ആയിട്ട് കിട്ടും. അവിടെ ഫോളോ ചെയ്യേണ്ട ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലിങ്ക് ജോയിൻ ചെയ്യുക ആൻഡ് ചാനലിൻ്റെ മെമ്പർ ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, അതൊക്കെ നമ്മൾ ഈ റീഡിങ്ങിൽ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. അപ്പോൾ ലിയോ, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക്. അപ്പോൾ ലിയോ, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ചാരിയറ്റ്. നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഡെത്ത്. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ഹെർമിറ്റ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 5 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ഏസ് ഓഫ് സോർഡ്സ്. ഔട്ട്കം. അപ്പോൾ ലിയോ, ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് ഞാൻ കാണുന്നത് ഒരു നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. അപ്പോൾ പേജ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അതല്ല ഒരു പേഴ്സൺ മാപ്പ് ചോദിക്കണ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. അതല്ല ആരോ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിച്ചിട്ട് വരുന്നുണ്ട്. എന്താണ് ഈ പേജ് ഓഫ് കപ്സ്? 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ആരോ മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു സ്റ്റാഗ്നേഷനാണ്. ഒരു സിറ്റുവേഷനിൽ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതല്ല ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസിന് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഈ ഇഷ്യൂസിനെയൊക്കെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ആ ബാഗേജ്, ആ ബേർഡൻ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ ആയി ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. അപ്പോൾ നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്ത ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു സിറ്റുവേഷനിൽ ക്ലോഷർ ഇല്ലാത്ത മാതിരി ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ചാരിയറ്റ്, ക്യാൻസർ എനർജിയാണ് ഇവിടെ. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. മാപ്പ് ചോദിക്കാനായിരിക്കും, റീകൺസൈൽ ചെയ്യാനായിരിക്കും. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. അപ്പോൾ ഇത്രയും സമയം വരെ നിങ്ങൾ ഈ പേഴ്സൻ്റെ പറഞ്ഞാൽ നിങ്ങളും രണ്ടാൾ സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി ഈ മാസം ചിലപ്പോൾ മെസ്സേജ് ചെയ്യും. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് കുറേ സമയം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ. അപ്പോൾ ഇത് മുമ്പേ ഉണ്ടായ സംഭവമാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ കുറച്ച് സമയമായിരിക്കണു. ഓക്കെ, ഇപ്പോൾ കുറേ സ്ലോ മൂവിങ് എനർജിയാണ് ഞാൻ കാണുന്നത് ഈ പേഴ്സൻ്റെ. അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. കുറേ ഹീലിംഗ് എനർജീസ് ഉണ്ട് ഇവിടെ.
കുറേ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ ഒന്നും ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഡെത്താണ് ഇവിടെ മ്യൂച്വൽ എനർജി. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മ്യൂച്വൽ എനർജി ഉള്ളത് ഡെത്താണ്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ഇല്ല വെച്ചാൽ മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. അവർക്ക് ഹീൽ ചെയ്യണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ. ഇവിടെ ബാലൻസ് വേണം എന്നുണ്ട് അവർക്ക് മാപ്പ് ചോദിക്കണം എന്നുണ്ട്. ആൻഡ് പോസിബിൾ ആണെച്ചാൽ ഒരു റീകൺസിലിയേഷനും അവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ റീകൺസിലിയേഷന് വേണ്ടിയിട്ടും ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു സിംഗിൾ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഫീലിങ്സ് ആണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആക്ച്വലി ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ലൈഫാണ് ഇപ്പോൾ ജീവിക്കണത്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. നിങ്ങൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട് ഉണ്ടാവുക. അതാണ് നിങ്ങളുടെ ഫീലിങ്സ്. 10 ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിൽ വേണം എന്നുണ്ടാവും. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ആക്ച്വലി കുറേ ഡിമാൻഡിലാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്, വേറെ ആൾക്കാരും നിങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, ഈ പേഴ്സൺ മാത്രമല്ല. അത് കണ്ടിട്ട് ഈ പേഴ്സൺ അവർ ഹാർട്ട് ബ്രോക്കൺ ആണ് എന്തായാലും. പറഞ്ഞാൽ അവർക്ക് ആസ് ഇറ്റ് ഈസ് അവർ ഹാപ്പി അല്ല. പക്ഷേ ഇത് കണ്ടിട്ട് അവർക്ക് കുറച്ചുകൂടിയും ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് കുറേ സ്ട്രോങ് ഫീലിങ്സ് ആണ്. ഒരു വാട്ടർ സൈൻ ആണ് ഇവിടെ കാണുന്നത്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അവർക്ക് നിങ്ങളുടെ കൂടെ റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അവർ മുമ്പും ഈ സെപ്പറേഷൻ ഉണ്ടായപ്പോൾ അവർ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ഈ സെപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ റീകൺസിലിയേഷൻ വേണം എന്നില്ല. അത് ഈ പേഴ്സൺ തിരിച്ചു വന്നാലും നിങ്ങൾ ചിലപ്പോൾ കുറേ സമയമെടുക്കും ഡിസൈഡ് ചെയ്യാൻ, തീരുമാനിക്കാൻ. എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ പാസ്റ്റിന് ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ലൈഫ് ലെസൺസ്. അപ്പോൾ ആ ലെസൺസ് ഒക്കെ നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് അപ്ലൈ ചെയ്യണത്. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിരിക്കണു അത് ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ പേഴ്സൺ ഈ മുമ്പത്തെ മാതിരി നിങ്ങളുടെ അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. നിങ്ങൾ കുറേ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കണേ. ഇമോഷൻസ് ഉണ്ടാച്ചാലും നിങ്ങളത് കാണിക്കുന്നില്ല, ഷോ ചെയ്യുന്നില്ല. കുറേ ക്ലിയർ ഡിസിഷൻസാണ് ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന്. ആൻഡ് ഈ പേഴ്സണോടും നിങ്ങൾ അങ്ങനെ തന്നെയാണ് പെരുമാറണത്. ഓക്കെ, ഇവിടെ ഇമോഷൻസ് ഉണ്ടായാലും അത് നിങ്ങൾ കാണിക്കുന്നില്ല, ഒളിപ്പിക്കുന്നുണ്ട്. ഈ പേഴ്സൺ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യണു. അവരുടെ ഇൻറ്റൻഷൻ ഇവിടെ എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനെ റീകൺസിലിയേഷനിൽ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ അവർ നിങ്ങളെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്തുനിന്ന് ദൂരെ ആയിട്ടും കുറേ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ അവർക്കൊരു ഫ്യൂച്ചർ വേണം. ആൻഡ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, മുമ്പോട്ട് പോകണം എന്നുണ്ട് അവർക്ക്. ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. ഫ്യൂച്ചറിൽ നിങ്ങളൊരു ആക്ഷനും എടുക്കാൻ പോകില്ല. നിങ്ങൾക്ക് ശരിയായി തോന്നുന്ന വെച്ചാൽ അതാ നിങ്ങൾ ചെയ്യാൻ പോണത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഹാപ്പിനെസ് ഏതിലാണ് വെച്ചാൽ എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസാണ് കേൾക്കാൻ പോണത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഫോർഗീവ് ചെയ്യാൻ വഴിയുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നതൊരു പുതിയ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിൽ. അതും ഒരു ഫാക്ടറാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പുതിയ പേഴ്സൺ വന്നിരിക്കണു. ഈ കാര്യം നിങ്ങൾ ഈ പേഴ്സണോട് പറയുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇത് കോംപ്ലിക്കേറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പേഴ്സണോട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പേഴ്സൻ്റെ ആക്ഷനിലെ ഏസ് സോഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് ക്ലിയറായി കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കുന്നത് ഈ പേഴ്സണാണ്, നിങ്ങളല്ല. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ആക്ഷൻ ഉണ്ടാവും. അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്, ജെമിനി എനർജി. അവർക്ക് ഇവിടെ ഒരു മാരേജ് കൂടി വേണം. ഓക്കെ, അവർക്ക് നിങ്ങളുടെ കൂടെ റീകൺസിലിയേഷൻ വേണം, ഫ്യൂച്ചർ വേണം, മാരേജ് വേണം. അപ്പോൾ അതൊക്കെ അവർ തുറന്ന് സംസാരിക്കാൻ പോകുന്നുണ്ട്, മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഔട്ട്കം 4 ഓഫ് കപ്സ്.
ഔട്ട്കം ഇവിടെ നിങ്ങൾ ബോർഡാണ്. നിങ്ങൾ ആക്ച്വലി ഈ പേഴ്സണെ അത്ര മൈൻഡും ചെയ്യണില്ല. നിങ്ങൾ എന്നുവെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ ലവ് ഇല്ല എന്ന അല്ല കാര്യം. പക്ഷേ ഈ പേഴ്സൺ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും മുമ്പേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണിൽ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ പേഴ്സൺ വന്നിരിക്കണോ, നിങ്ങൾക്കൊരു പുതിയ പേഴ്സൺ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി റീകൺസൈൽ ചെയ്യാൻ വരും. പക്ഷേ നിങ്ങൾ കുറേ കോൾഡായിട്ടാണ് ബിഹേവ് ചെയ്യണത്, കുറേ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഒരു ഇമോഷൻസും കാണിക്കണില്ല. നിങ്ങളുടെ മനസ്സിൽ ഈ ഡൗട്ട് ഉണ്ട്, അത് ഈ പേഴ്സണ് വേറെ ഒരു ചാൻസ് കൊടുക്കണോ വേണ്ടേന്ന്. പക്ഷേ ആ തീരുമാനം നിങ്ങൾ ഏപ്രിലല്ല എടുക്കാൻ പോണത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അത് മെയ് വരെ പോകുമെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? നിങ്ങളുടെ മനസ്സിലുള്ള മെസ്സേജസ് അതല്ല, ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള മെസ്സേജസ് എന്താണ്? അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ടോറസ്, കാപ്രിക്കോൺ, സാജിറ്റേറിയസ്, സ്പൈസീസ്, ക്യാൻസർ, ജെമിനായി, അക്വേറിയസ്. ഇതൊക്കെയാണ് സൈൻസ്. ഐ എം നോട്ട് അവൈലബിൾ. ഇതാണ് നിങ്ങളുടെ മെസ്സേജ് ഇവർക്ക് വേണ്ടിയിട്ട്. ഐ എം നോട്ട് അവൈലബിൾ. ഐ വണ്ടർ ഇഫ് യു ഹാപ്പി വിതൗട്ട് മീ. ഇത് ഈ പേഴ്സൻ്റെ മെസ്സേജാണ്. ഈ പേഴ്സൺ നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് മനസ്സിലവരുടെ ഇതാണ് നടക്കുന്നത്. അത് ഐ വണ്ടർ നിങ്ങൾ എൻ്റെ ഞാനില്ലാണ്ട് നിങ്ങൾ ഹാപ്പി ആണോ എന്ന്. ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. അപ്പോൾ ഈ പേഴ്സൺ എന്തെങ്കിലും ചെയ്ത് പാസ്റ്റിൽ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അത് അവർക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്തത്. ഓക്കെ, ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. അവർക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്. കോൺടാക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് വേണമെച്ചാൽ എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.